കായംകുളം പുള്ളിക്കണക്ക് NSS സെൻട്രൽ സ്കൂളിന്റെ 23ാം വാർഷികാഘോഷം നടത്തി. ചലച്ചിത്ര നടി രശ്മി അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പുള്ളിക്കണക്ക് NSS സെൻട്രൽ സ്കൂളിന്റെ 23ാമത് വാർഷികവും രക്ഷകർതൃ സംഗമവും നടന്നു. രാവിലെ 10-ന് പതാക ഉയർത്തൽ, വൈകിട്ട് 4-ന് നടന്ന പൊതുസമ്മേളനം ചലച്ചിത്ര താരം രശ്മി അനിൽ ഉദ്ഘാടനം ചെയ്തു. ഞാനിപ്പോൾ NSS സെൻട്രൽ സ്കൂളിലാണ്, പുള്ളിക്കണക്കിലാണ് നിൽക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും. രേവ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ് ഡിഗ്രിക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ടീച്ചറായിട്ട് രേവ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ആദ്യ കാലത്ത് ടീച്ചർ ആയിരുന്നല്ലോ, പിന്നല്ലേ നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ എന്തായാലും ഈ സ്കൂളിൽ വരാനും എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. 23ാമത്തെ ആനുവൽ ഡേ ആയിരുന്നു. അതിൻ്റെ ഉദ്ഘാടകയായി മാറേണ്ടി വന്നു പെട്ടെന്നൊരു സാഹചര്യത്തിൽ. എന്തായാലും നിറഞ്ഞ സന്തോഷം. താങ്ക് യു. PTA പ്രസിഡന്റ് മനോജ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജയകുമാരി സ്വാഗതം രേഖപ്പെടുത്തി. ഹരികുമാർ ഉണ്ണിത്താൻ ഉപഹാര സമർപ്പണം നടത്തി. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സിനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ പ്രധാന ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിദ്യാഭ്യാസം അവർ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ LKG UKG പ്ലേ സ്കൂൾ എന്നിടത്താണ്. കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും ഇതായിട്ട് നോക്കേണ്ടതും അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും. അങ്ങനെയാണ് അവരുടെ മനസ്സിലേക്ക് കയറുന്നത്. ആ ഒരു രീതി നോക്കുമ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഏകദേശം ഒരു 50-ഓളം ഞാൻ തന്നെ 200 ഉണ്ടായിരുന്നു, 50-ഓളം ഞാൻ തന്നെ അവാർഡ് കൊടുത്തു. അവരെത്ര ഭംഗിയായ രീതിയിൽ അച്ചടക്കത്തോടു കൂടി വന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങുകയും പോവുകയും ചെയ്യും. അത് വളരെ നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ടീച്ചേഴ്സിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ ഇനി എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ ട്രിഗണോമെട്രി, ലസാഗു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ അടിമേടിച്ച് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ വിദ്യാഭ്യാസം ആവശ്യമാണ്. പക്ഷേ വേണ്ടത് കൊച്ചിൽ അവരെങ്ങനെ മാതാപിതാക്കളോട് പെരുമാറാം, ടീച്ചറോട് എങ്ങനെ പെരുമാറാം, അങ്ങനെയുള്ള ഒരു രീതിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഓരോന്ന് കേൾക്കുന്നുണ്ട്, ചുറ്റിയിൽ കൊണ്ട് തലക്കടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ഇത് കൊച്ചിലെ നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസത്തിലുപരി ഒരു കുട്ടിയെ എങ്ങനെ ഒരു നല്ല പൗരനായിട്ട് വാർത്തെടുക്കാമെന്നുള്ളതാണ്. നമുക്കത് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിദേശങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു മിഠായി തിന്നിട്ട് പോലും പ്ലാസ്റ്റിക് നമ്മൾ താഴെ ഇടത്തില്ല. നമുക്ക് പേടിയാണ്. കുട്ടികൾ കൊണ്ടുവന്ന് കറക്റ്റ് അത് ഇടേണ്ട സ്ഥാനത്ത് മാത്രമേ ഇടത്തുള്ളൂ. ഇവിടെ അങ്ങനല്ല. ഇവിടെ സ്കൂട്ടറിൽ പോകുന്നവരും വാ നിറച്ച് മുറുക്കാൻ വെച്ചിട്ട് സൈഡ് പോലും നോക്കാതെ തുപ്പുന്ന ആൾക്കാരുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അനുമോദനം P. ദാമോദരൻ നായർ, താരാചന്ദ്രൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ശ്രീഹരി, അഖിൽകുമാർ CA, ബിദു രാഘവൻ, ബീന പ്രസാദ്, പാറയിൽ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് കാർത്തിക് നാരായണൻ, അനിയൻ കുറിച്ചിയിൽ, സെൻ ലക്ഷ്മി ഭവനം, ജിനുകുമാർ, രശ്മി അനിൽ എന്നിവർ സംസാരിച്ചു. ഉഷ പ്രകാശ് നന്ദി രേഖപ്പെടുത്തി. വൈകിട്ട് 6:45-ന് നൃത്തസന്ധ്യ നടന്നു. गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि.
കൊച്ചു കൊച്ചു തുമ്പികൾ കൊച്ചരിപ്പിറാവുകൾ പിച്ച വെച്ചു വന്നേ അച്ചുവിന്റെ വീട്ടിലും അച്ചമുളം കൂട്ടിലും എത്തി നോക്കി നിന്നേ കൊച്ചു കൊച്ചു തുമ്പികൾ കൊച്ചരിപ്പിറാവുകൾ പിച്ച വെച്ചു വന്നേ അച്ചുവിന്റെ വീട്ടിലും അച്ചമുളം കൂട്ടിലും എത്തി നോക്കി നിന്നേ CD നെറ്റ് ന്യൂസ് കായംകുളം.